ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി, കൊച്ചിൻ്റെ ഒരു പഠിത്തത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അന്നേരമാണ് നമ്മളൊരു വാട്ടർ അക്വേറിയത്തിനെ വെച്ചാൽ ഒരു അക്വേറിയത്തിനെ കുറിച്ച് അറിയണത്. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ പോയി. നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത ടൈപ്പ് സെറ്റിങ്സാണ് അവിടെ. കാണാത്ത സൈസ് ഫിഷുകൾ, പിന്നെ ഭയങ്കരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ കുറേ വെള്ളച്ചാട്ടങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നു. പിന്നെ ചില രൂപങ്ങൾ, അതിൽ കപ്പിത്താൻ്റെ പോലത്തെ ഉള്ള ആൾക്കാരുടെ. പിന്നെ നമുക്കിവിടെയൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ ഫിഷിനെ കാണുമ്പം അതിൻ്റെ വെറൈറ്റി ഇനങ്ങളും ഇതുങ്ങളെ ഇത്ര കരുതലോടെ അവിടെ സൂക്ഷിക്കണമെങ്കിൽ അവർക്ക് വളരെയധികം കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. അവരുടെ നല്ല ഒരു സംഭവം തന്നെ കറക്റ്റ് ചെയ്താൽ ഇങ്ങനെയൊക്കെ അവിടെ അവർക്ക് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന സൈസ് ഫിഷാണിത്. അവിടെ ചെന്നാൽ നമുക്കതിന് കുഞ്ഞു ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പൊട്ടിപ്പോരുന്ന രീതിയിലുള്ളതാണ് ഫിഷുകളാണ്. ഇതൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് അമീബ പോലത്തെ മത്സ്യങ്ങളുടെ ഒരു വകഭേദമാണ്. ഇതിനെ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വളരുള്ളൂ. ഇത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് ചെടികൾ, പിന്നെ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ഒരു സൈസ് ഫിഷാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഒരു ഫിഷിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലെങ്കിലും അതുങ്ങളെ ഒരു നല്ല രീതിയിലാണ് കെയർ ചെയ്ത് അവിടെ വെച്ചേക്കുന്നത്. അത്രയ്ക്ക് നല്ല കെയറിങ്ങും പോസിറ്റിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ, ഫ്രഷായിട്ട് നോക്കിയില്ലെങ്കിൽ ഈ ഫിഷൊന്നും അവിടെ വളരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലൊരു അക്വേറിയത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫിഷിനെ എങ്ങനെയാണ് ക്രമീകരിച്ചേക്കണത്, അതിൻ്റെ ആ ഒരു ലൈറ്റ്, പിന്നെ അതിൻ്റെ ഒരു സെറ്റിങ്, പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്തോ കടലിൽ ഉൾത്തട്ടിൽ കാണുന്ന ഫിഷുകളാണ്. അതുങ്ങളെ അത്രയ്ക്കും നമ്മൾ കെയർ ചെയ്ത് അവരുടെ ആ അനുയോജ്യമായ കാലാവസ്ഥയൊക്കെ അതിൽ അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ അവിടെ വളരുള്ളൂ. ഏറ്റവും നല്ലൊരു നമ്മൾ ക്യാഷ് എന്ത് കൊടുക്കണോ അതിനനുസരിച്ച് ബെനിഫിറ്റായിട്ട് അവിടെ കാണാനുണ്ട്. അവരാ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കകത്തോട്ട് കയറി ഒരു പഴയ ഒരു നമ്മൾ കഥകളിലൊക്കെ കേൾക്കണ പോലത്തെ ഒരു വലിയ എന്നാ പറയുക മത്സ്യകന്യകയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. അങ്ങനത്തെയുള്ള പടങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. കാണാത്ത സൈസ് ഫിഷ് റെഡൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അവിടെ കറക്റ്റ് ചെയ്തേക്കണത്. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ സെൻസും ഉണ്ട്. പിന്നെ അവിടുത്തെ പ്രകൃതി അവർക്ക് ഏറ്റവും ഇതായിട്ടുള്ളൊരു രീതിയിൽ ആണ് കറക്റ്റ് ചെയ്തേക്കണത്. പിന്നെ സെറ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അവിടെ അത്ര തെളിയുന്ന ഒരവസ്ഥയിലല്ല. ഇതൊരു മത്സ്യകന്യകയുടെ പിക്ചറല്ല, ഒരു ശില്പം പോലെ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഒറിജിനാലിറ്റിയും നല്ലൊരിത് ഫീൽ ചെയ്യുന്നു. ഇതൊരു ജെല്ലി ഫിഷ് പോലത്തെ ഒരു ഫിഷാണ്. അതിങ്ങനെ തുള്ളിക്കളിച്ച് നടക്കണ കാണാം അതിലൂടെ. പിന്നെ നമ്മളവിടെ ഒരു വലിയ ഗുഹ പോലെ ഒരു സംഭവമുണ്ട്, കേവ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അതിൻ്റെ അകത്തൊരു മത്സ്യകന്യകയുണ്ട്. പിന്നെ കുറേ വെറൈറ്റി കാര്യങ്ങൾ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം പിന്നെ മൊത്തം ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലോട്ടാണ് കയറുന്നത്. ആദ്യം എന്ന് പറയുമ്പം ചെറിയൊരു രീതിയിലുള്ള അക്വേറിയം ആയിരുന്നു. ഇവിടെ കയറി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ നക്ഷത്ര മത്സ്യങ്ങളും നമ്മൾ കടലിൻ്റെ അടിത്തട്ടിൽ കാണുന്ന എന്തൊക്കെയോ ആ മത്സ്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളാണ് അവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നു പോകേണ്ടത്. പോകുമ്പോൾ രണ്ട് വശത്തായിട്ടും ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ സമയം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഫ്രഷായിട്ടിരിക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് പോയി നമ്മൾ കാണുക. ക്യാഷല്ല നോക്കേണ്ടത്, നമ്മുടെ സമയമല്ല. നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആവാനും നമ്മൾ കാണാത്ത ഒരുപാട് ഇനം കാര്യങ്ങളും പിന്നെ നമ്മുടെ ആ ഒരു ഫീലിങ്ങും ഒക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒന്നും അവർ തൊടിയിക്കത്തൊന്നുമില്ല. എപ്പോഴും അവരുടെ ആൾക്കാരുണ്ട്. അവിടെ ഇരുന്നാൽ പറ്റില്ല, തൊട്ടാൽ പറ്റില്ല എന്നൊക്കെ പറയും.
അപ്പം നിങ്ങൾ എന്നാലും നമ്മൾ പതുക്കെ തൊട്ടൊക്കെ നോക്കും. എന്നിട്ട് ഇത് പിന്നെ നമ്മുടെ ആ ഒരു മുകളിൽ നിന്നുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി വളരെ ഒരു മാന്ത്രിക തോന്നുന്ന രീതിയിലുള്ളൊരു അക്വേറിയത്തിൻ്റെ ഒരു സംഭവമാണ് അവരവിടെ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ നമ്മളതിന് റിവ്യൂ ഒക്കെ കൊടുത്തിട്ട് അവിടുന്ന് ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പം നമുക്ക് പല രീതി കളറിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ആ ഒരു സെറ്റിംഗ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അവരവിടെ ഫോട്ടോസൊക്കെ എടുത്ത് തരും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ ഇടയ്ക്ക് പോയി എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യണം, നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെ പോയാലും ഓർക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു വീഡിയോസായിട്ട് സൂക്ഷിച്ചാലും നമുക്ക് എപ്പോഴേലും നോക്കുമ്പം അന്ന് നമ്മളിവിടെ പോയല്ലോ എന്ന് നമ്മുടെ ഒരു മെമ്മറി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോസ് ഇങ്ങനെ എടുത്തിടുന്നത്.